ഇന്ന് അതിന്റെ 3 വർഷം പഴക്കമുള്ള ഓൺലൈൻ ഫ്രണ്ടിനെ കാണാൻ പോകണം. അങ്ങനെ നേരെ ചന്തക്കുന്ന് മഞ്ചേരിക്കുള്ള ബസ്സാണ് കയറി. സത്യം പറഞ്ഞ കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് കാണാൻ പോണേ. അങ്ങനെ മഞ്ചേരി സ്റ്റാൻഡിൽ ഒരു വെള്ളം കുടിച്ച് അവിടെ ഓനി കാത്തിരുന്നു. അപ്പോൾ അതിന്റെ തോടം ശ്രദ്ധിച്ചു. സത്യം പറഞ്ഞ ഈ തോടം എനിക്ക് ഇന്നോട് ഞാൻ ഒരു വികാരം തോന്നി. പിന്നെ നോക്കിയപ്പോൾ ചെറുക്കം വരും. ഫോട്ടോയിൽ കണ്ട പോലെ ഒന്നല്ല, ആളൊരു മൊണ്ണയാണ്. പിന്നെ എങ്ങോട്ടാന്ന് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. ഞങ്ങൾ ഇങ്ങനെ നടന്നു പോയപ്പോ ഒരു ഓട്ടോറിക്ഷ പെട്ടെന്നാണ് കോഴിക്കോട് ബസ് ഉണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് വന്നു. കയറിയ ബസ്സിലാണെങ്കിൽ ഇരിക്കാനും സ്ഥലമില്ല. എന്തായാലും 1.5 മണിക്കൂറാണ് നമ്മൾ നേരെ കോഴിക്കോട്. പക്ഷെ ഇവിടെ വന്നെന്തിനാ ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. പിന്നെ നേരെ ഒരു കഫേയിൽ കയറി. അവിടുന്ന് അതിന്റെ ഗജനാവാണ് തുറന്നു. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഈ ഫേസ് വാഷിനേ ഉള്ളൂ. എനിക്ക് ഓയിലി സ്കിൻ ആയിട്ട് എന്റെ മുഖത്ത് ഇടക്കിടക്ക് എണ്ണ വരുന്ന ഒരു സാങ്കേതിക പ്രശ്നം. പിന്നെ അവിടുന്ന് ഓരോ മൊയ്ത്ത് പറഞ്ഞു. അത് അതിന്റെ പേരിൽ ഓർഡർ പ്രൈസ് സ്ട്രോക്കും കൊടുത്താണ് ഇങ്ങനെ ആക്കി. ചെറുക്കം പിന്നെ ആർക്കോ കാര്യമായിട്ട് മെസ്സേജ് നമ്മൾ പിന്നെ ആരും പ്രൈവസിക്ക് തലയിടൂല. ബീച്ചിൽ പോയിട്ട് നല്ല കുട്ടികളെ നോക്കി ഇങ്ങനെ നടക്കി. അതിൽ മുന്നിൽ നോക്കിയപ്പോൾ ഷെബി ഓന്റെ പാണെങ്കിൽ ഈ മൊയ്തുണ്ട്. അങ്ങനെ കോച്ചിക്ക് ഒരു ഫലൂതമാണെങ്കിൽ ഇന്റെ ബാക്കിൽ വാന്ന് പറഞ്ഞു. ഇവനെ കണ്ടോ കൊണ്ടുപോകും. ഒരു സ്റ്റോറി ഇട്ടാണ്ട് അതിന് 250 വ്യൂസ് ആയി. എവിടുന്ന് ഒരു ഫലൂത കുറച്ച് ഫോളോസ് ഉണ്ടായിരുന്നു. നാട്ടുകാരെ മുടിപ്പിച്ചാൽ നടക്കുക. പിന്നെ കുറച്ചു നേരം ഇങ്ങനെ ബീച്ചിൽ കൂടെ നടന്നു. അപ്പോൾ അവിടെ സ്റ്റേജിൽ എന്തൊക്കെ പരിപാടികളൊക്കെ തുടങ്ങി. നമ്മളെപ്പോ രണ്ടാൾക്കാർ പെരീക്ക് കടന്നുറങ്ങാൻ പോയി. പാട്ട് കേട്ടപ്പോൾ ഇതിവിടെ കടന്നു തവളന്റെ പോലെ ചാടുന്നു. നമ്മള് 7 മണിക്ക് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി. അപ്പോത്തിനും നമ്മുടെ സ്ഥലമൊക്കെ പോയി. ഇത്രയും ജനങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ 7 മണിക്ക് നടത്തുന്ന സംഭവം നോക്കി പോയി. പിന്നെ 10 മണിക്ക് വന്നപ്പോൾ ഇന്റെ സ്ഥലം പോയി എന്ന് പറഞ്ഞു. ഇവിടെ കടന്ന കാര്യം. പിന്നെ റിൻസനോളം അമ്മാനെടുത്ത് ഏൽപ്പിച്ചാണ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. നെഹദി പോയപ്പോഴാണെങ്കിൽ റേഷൻ പീടിയിൽ മണ്ണെണ്ണക്ക് വരിക്കണ പോലെ വിശപ്പോണ്ട് പിന്നെ നമ്മൾ വേറെ എവിടെ അവിടെ കയറിയപ്പോ തന്നെ മുന്തിരി ജ്യൂസ്. പിന്നെ നമ്മളെ ഷവായ വന്നു. ഷവായനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയണില്ല. ഇത്രക്കും മൂഞ്ചി ഷവായ ഞാൻ വേറെ എവിടെ നിന്നിട്ടില്ല. അപ്പൊ ശരി, ഇനി ചക്കരയും പെരീക്കായി കൊടുക്കട്ടെ.